ഹായ് കൂട്ടുകാരെ, നമ്മൾക്കിന്ന് ബസലയും മുതിരയും കൂട്ടി ഒരു കറി ഉണ്ടാക്കാം. അപ്പോൾ അമ്മ ബസല പറിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ നാട്ടിൽ ഇതിനെ ബസല എന്ന് തന്നെയാണോ പറയുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. നമ്മളിവിടെ കാസർഗോഡ് തന്നെ ബസല എന്നാണ് പറയുന്നത്. പറിച്ചതിന് ശേഷം എല്ലാം നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് മുറിച്ചെടുക്കണം. മുറിക്കുന്നത് ആ തണ്ടിൽ നിന്ന് ഇലകളെല്ലാം എടുത്തിട്ട് ഇതുപോലെ മുറിക്കണം. എന്നിട്ട് തണ്ട് വേറെ മുറിക്കണം. തണ്ട് നമ്മുടെ മുരിങ്ങാക്കോലൊക്കെ പോലെയാണ്. മുരിങ്ങാക്കോല് സാമ്പാറിലൊക്കെ ഇടുന്ന അതേ ഒരു സൈസിലാണ് നമ്മളിതും ഇവിടെ മുറിക്കുന്നത്. ഇനി നമുക്ക് മുതിര വറുത്തെടുക്കാം. ഏകദേശം ഒരു പിടിയോളം മുതിര എടുത്തിട്ടുണ്ട്. ഇപ്പോൾ വറുത്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് വേറെ പ്ലേറ്റിലേക്ക് മാറ്റാം. അത് കഴിഞ്ഞിട്ട് ഈ മുതിരയിലുള്ള കല്ലും പൊടികളൊക്കെ നമുക്ക് മാറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് മുതിരയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ കൈ വെച്ച് അരിച്ചെടുക്കും. ഇതൊരു 1-2 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ചെയ്യും. ഇത് കഴിയുമ്പോഴത്തേക്കും കല്ലും കരടും എല്ലാം മാറ്റി കിട്ടും. ഇനി നമുക്ക് മുതിരയും ബസലയും വേവിച്ചെടുക്കാം. അപ്പോൾ വേവിക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ വേവിക്കുന്നത്. നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ നമുക്ക് അരക്കാനുള്ള സാധനങ്ങൾ സെറ്റ് ചെയ്യാം. അരപ്പിനായിട്ട് വറ്റൽമുളക്, മല്ലി, ഉലുവ, ജീരകം, 2 അല്ലി വെളുത്തുള്ളി, ഒരു 1/4 കഷ്ണം ഉള്ളി, തേങ്ങ, ഇതെല്ലാം കൂടി വഴറ്റുക. അത് കഴിഞ്ഞിട്ട് കാശ്മീരി ചില്ലി പൗഡർ, മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടി ഇട്ട് നല്ലപോലെ മൂപ്പിക്കുക. ഇതിൻ്റെ എല്ലാം കൂടെ ഒരു ചെറിയ കഷ്ണം പുളിയും കൂടെ ഇട്ട് അരപ്പ് അരച്ചെടുക്കുക. നമ്മുടെ ബസലയും മുതിരയും വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരപ്പ് ഒഴിക്കാം. അരപ്പിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിന് നമ്മൾക്ക് എത്ര ചാറ് വേണോ അതിനനുസരിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ തിളക്കാൻ വെക്കണം. ഇതിപ്പോൾ തിള വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വറുത്തിടുക വേണ്ടുള്ളൂ. സാധാരണ എല്ലാ കറിക്കും വറുത്തിടുന്ന പോലെ കടുകും കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ഇട്ടിട്ട് നമുക്ക് കറിയിലേക്ക് വറുത്തിടാം. കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണേ.